നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അല്ല, ഞാൻ ഈ ലൂസിഫർ സിനിമ കണ്ടിട്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്ക് ലാലേട്ടൻ ഫാൻസുകാർക്ക് കുരുപൊട്ടി. കാരണം അവർ വന്നിട്ട് പച്ചത്തെറിയും ജാതി അധിക്ഷേപമൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇൻ്റർവ്യൂകളോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ റിവ്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തെല്ലാം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. സമൂഹ മാധ്യമങ്ങളിൽ പോര് ചേരിതിരിഞ്ഞ് ഇടത് സംഘപരിവാർ അനുകൂലികൾ എമ്പുരാനെ എടുത്തിട്ട് കീറുന്നു. അതായത് നമ്മുടെ ഈ ലസിത പാലയ്ക്കൽ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ കുറേ ആൾക്കാർ, ഇവരെല്ലാം ഇപ്പോൾ പൃഥ്വിരാജിനെയും അതുപോലെ ഫാൻസുകാരിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ പൃഥ്വിരാജിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ലാലേട്ടൻ സേഫ് ആയിട്ടുണ്ട്. കാരണം ലാലേട്ടന് കൊടുത്തിരിക്കുന്ന കഥാപാത്രം അദ്ദേഹം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന മുരളി ഗോപിയാണ്. അതുപോലെ തന്നെ ദീപക് ദേവിൻ്റെ മ്യൂസിക്, സത്യം പറയാൻ ഈ അസ്ഥാനത്ത് കോലിട്ട് ഇളക്കുന്ന കണക്കുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആയിരുന്നു ഇതിനകത്ത് വന്നിരുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂവിൽ ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ, അതായത് ഇച്ചിരി ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ആ കഥയിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു സമയം എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒന്നും തന്നെ അതിനകത്തില്ല. ഇനി സ്റ്റീഫനിലേക്കും അതുപോലെ തന്നെ എബ്രാം ഖുറൈഷിയിലേക്കും വരുമ്പോഴത്തേക്ക്, സ്റ്റീഫൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ പവർഫുൾ ക്യാരക്ടറായിരുന്നു. പക്ഷേ എബ്രാം ഖുറൈഷിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ആ ക്യാരക്ടറിനെ വെറും കോമാളിയായിട്ട് ചിത്രീകരിച്ചു. ഇത്രയും വലിയ ഒരു അണ്ടർവേൾഡ് ഡോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സാധനത്തിനെ കൊണ്ടുവന്നിട്ട് ഈ ബൊമ്മ നടക്കുന്ന കണക്കൊക്കെയാണ് ചില സീനിലൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം ഡയലോഗ് എന്ന് പറയുന്ന സാധനം ലാലേട്ടന് ഇല്ല ഇതിനകത്ത്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് കഷ്ടിച്ചേ ഉള്ളൂ ഡയലോഗ്. പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരു ഫാസ്റ്റ് കാണിക്കുന്ന ഒരു സംഭവങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഈ പടം പോകുന്നത്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും ടോപ്പ് എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ, കിഡിലൻ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അന്യായ സാധനമായിരുന്നു, അന്യായ സ്വാഗൊക്കെയായിരുന്നു നമ്മുടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള ആന്റണി പെരുമ്പാവൂരിൻ്റെ റാവുത്തർ എന്ന് പറയുന്നൊരു ക്യാരക്ടർ. സത്യം പറയാമല്ലോ, ഇങ്ങനൊരു പടം നിർമ്മിച്ചാൽ മതി, അല്ലാതെ പടത്തിൽ കയറി അഭിനയിക്കരുത്. ഇത്രയും വലിയ ബഡ്ജറ്റ് മുടക്കി ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ കൊണ്ടുവന്നിട്ടൊരു സിനിമ, റാവുത്തർ എന്ന് പറഞ്ഞ ഒരു ഊച്ചാളിയെ കൊണ്ടുവന്നിട്ട് ഈ സിനിമ വെറും കോമാളിയാക്കി. സത്യത്തിൽ തിയേറ്ററിൽ എൻ്റെ തൊട്ടടുത്തിരുന്ന ഫാൻസുകാരൊക്കെ പച്ചത്തെറിയാണ് വിളിച്ചത്. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ തെറി പറഞ്ഞല്ലേ. നമ്മുടെ കോക്ക് പറഞ്ഞിട്ടുള്ള റിവ്യൂ നിങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ പലരും കണ്ടു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കോക്കും പറഞ്ഞിട്ടുണ്ട്, ഒരു ലാലേട്ടൻ്റെ ഒരു ആരാധകൻ പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൂടെ, അതും കൂടെ ഒന്ന് കണ്ടുപോയിക്കോളൂ. ആ ഇൻട്രോ കഴിഞ്ഞ് ഖുറൈഷി എബ്രാഹിമിൻ്റെ പരിപാടിയും കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഒരു മേനയാവണില്ല. അതായത് എന്തൊക്കെ ചെയ്തിട്ടും ഖുറൈഷി എബ്രാഹിമിന് മേനയാവണില്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ലാസ്റ്റ് ലൂസിഫറിൻ്റെ അവസാനം ഖുറൈഷി എബ്രാഹിമിനെ കാണിച്ച സമയത്തുണ്ടായിരുന്ന വാസാധനല്ലേ, ആ വാസാധനം എവിടെയും ഒരു സ്ഥലത്ത് പോലും ഖുറൈഷി എബ്രാഹിമാണ് ഞാൻ പറയുന്നത്, സ്റ്റീഫൻ അല്ല, എവിടെ പോലും പൃഥ്വിരാജനായി കഴിഞ്ഞാലും മുരളി ഗോപി കഴിഞ്ഞാലും ലാലേട്ടനായി കഴിഞ്ഞാലും തരാൻ പറ്റിയിട്ടില്ല. പല സ്ഥലത്തും ഭയങ്കര ലോ ആയിരുന്നു. അതായത് കോട്ടിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല ലാലേട്ടൻ. പക്ഷേ എന്താണ് ഖുറൈഷി ഇങ്ങനെ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പരിപാടി. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ആന്റണി പെരുമ്പാവൂരിനൊക്കെ അദ്ദേഹമാണ് പ്രൊഡ്യൂസർ. അദ്ദേഹം ഇതിൽ അഭിനയിച്ചിരിക്കുക, റാവുത്തർ എന്ന് പറഞ്ഞ കഥാപാത്രം. എന്തോ അത് ഇത്രയും വലിയ ഒരു പടം, ഇത്രയും മാഗ്നിറ്റ്യൂഡുള്ളൊരു പടം, പാൻ ഇന്ത്യൻ പടം, ഇതിനകത്ത് ഇത്രയും ലോകത്തുള്ള സകല ആളുകളെ പിടിച്ച് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗെയിം ഓഫ് ത്രോൺസിലെ ആൾക്കാർ വരെ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഈ റാവുത്തർ ചെയ്യാൻ ഒരാളെ കിട്ടിയില്ലേ പൃഥ്വിരാജ് സുകുമാരന്. എന്തൊരു കോമഡി ആയിരുന്നു അറിയാം. തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കുക ഇദ്ദേഹത്തെ കാണുമ്പോൾ. അല്ലെ, ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരു കോമഡി കഥാപാത്രമാണെങ്കിൽ ശരി. തിയേറ്റർ കത്തിച്ചോ? ഏതാ എൻട്രിയോ? പിന്നെ നമ്മളെ ടിനു ബാബച്ചൻ പറയുന്ന പോലെ ഇതിനെക്കാളും നല്ലത് മലക്കോട്ടെ വാലിബനിലെ ഇൻട്രോ അല്ലായിരുന്നു. അത് ഇതിനെക്കാളും എന്ത് നല്ലൊരു പടമായിരുന്നു. തിയേറ്റർ കുലിങ്ങായിരുന്നോ മോഹൻലാൽ എൻട്രിയില്? ഒന്നും ചെയ്യാനില്ല. ലാലേട്ടനെ കൊണ്ട് ചുമ്മാ ഇല്ല വിഡ്ഢിവേഷം കെട്ടിച്ച് എടുത്തു വെച്ചിരിക്കുന്നത്. എന്തിനാ എടുത്തു വെച്ചിരിക്കുന്നത് ഇതാണത്തെ ഒരു പടം? ഈ തള്ളലുണ്ടല്ലേ പൃഥ്വിരാജ്, എന്റെ പൊന്നോ, എല്ലാ ഭാഷയിലും എല്ലാ ലാംഗ്വേജിലും പോയി. ഇതൊരു ബോളിവുഡ് മസാല പടം ഉണ്ടല്ലേ, ഒരു പൂറ ബോളിവുഡ് മസാല പടം. അത് തന്നെ എത്ര കോടി എന്നൊക്കെ മുടക്കി എന്ന് പറഞ്ഞാൽ, ഹെലികോപ്റ്റർ 2-3 എണ്ണം 1 ലക്ഷം രൂപ എല്ലാം വാടക കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത്രേ ഉള്ളു. നിധി കൂടുതൽ നമ്മൾ എന്ത് പറയാനേട്ടോ. കാരണം ഞാൻ പറഞ്ഞപ്പോഴായിരുന്നു ഇവർക്കൊക്കെ പ്രശ്നം. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പം ഓൾമോസ്റ്റ് വന്നിട്ടുള്ള എല്ലാ റിവ്യൂസും അവരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. ഇപ്പം മറുനാടൻ എടുത്തിട്ട് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്നുണ്ട്. അപ്പം എന്നെ തെറി വിളിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ നേരെ അങ്ങോട്ട് ചെല്ലുക, അവനെ കുറച്ച് തെറി വിളിക്കുക. ഈ സിനിമ ഇത്രയും പാൻ ഇന്ത്യൻ ലെവലിൽ ഇത്രയും അധികം തള്ളിക്കൊണ്ടുവന്ന ഈ ഒരു സിനിമ നിങ്ങളുടെ തള്ളുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രയും മോശമായെന്ന് ഞാൻ പറയത്തുള്ളൂ. നേരെ മറിച്ച് ഇത്രയും ഹൈപ്പൊന്നും കൊടുക്കാതെ വന്നിരുന്നെങ്കിൽ നോർമലി ഈ പടം ചിലപ്പോൾ കയറി
പോയേനായിരുന്നു. എന്താണെങ്കിലും ലൈക്ക ഇട്ടിട്ട് പോയത് അവർ സിനിമയുടെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സ്റ്റീഫൻ ഓക്കെ ആയിരുന്നു, പക്ഷേ എബ്രാം ഖുറൈഷിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് മൊത്തത്തിൽ കൊണ്ട് കളഞ്ഞെന്നുള്ള. ഇനി ഒരു എമ്പുരാൻ 3ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം കൊണ്ടുവന്നിട്ട് ഒരു സാധനമൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി എന്ത് ലെവലാകുമോ എന്നുള്ളത് അറിയാം. എന്തായാലും കുറെ ഹെലികോപ്റ്ററുകളും കുറെ പിന്നെ വെടിവെപ്പും നമ്മൾ കണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, മേക്കിംഗ് ഗുഡാണ്, വെരി ഗുഡ് മേക്കിംഗ് തന്നെയായിരുന്നു. അതിനകത്ത് നോ കോംപ്രമൈസ്, ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു, നോ കോംപ്രമൈസ്, ക്വാളിറ്റിയിലൊക്കെ പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ചില എന്താ പറയുക വിഡ്ഢിത്തരങ്ങൾ ഈ സിനിമയിൽ കാണിച്ചു വെച്ചതാണ് ഇത് ഏറ്റവും വലിയ ഒരു അബദ്ധം എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും തെറി വിളിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ, ഇതിനു മുമ്പ് റിവ്യൂ പറഞ്ഞു പോയിട്ടുള്ള ആൾക്കാരെയൊക്കെ തെറി വിളിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്തൊരു സിനിമയിൽ കാണാം. ഓക്കെ, അടുത്തൊരു സിനിമയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും